നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. എന്താണ് ബിഗ് ബോസിൽ നടക്കണേന്ന് ഒരു പിടുത്തവും ഇല്ല. ഏതൊക്കെ വഴിയിൽ കൂടെ ആർക്കൊക്കെയാണ് പണി കിട്ടണേന്നുള്ളതാണ്. ഇന്ന് വീക്കിലി ടാസ്കിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഓൾറെഡി ഗോൾഡ് കോയിൻ കയ്യിലുള്ളത് ഷാനവാസിന്റെ കയ്യിലാണ്. പക്ഷേ ആ ഗോൾഡൻ പവർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഷാനവാസ് സെലക്ട് ചെയ്യുന്ന ഒരാൾ ഗോൾഡ് കോയിൻ എടുക്കണം. ആര്യനെയാണ് ഷാനവാസും പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആര്യൻ ഇന്ന് ഗോൾഡ് കോയിൻ എടുത്താൽ മാത്രമേ ഷാനവാസിന് ഗോൾഡൻ പവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി കോയിൻസ് കയ്യിലുള്ളവർക്ക് മാത്രമാണ് ഈ റൗണ്ടിൽ കളിക്കാൻ പറ്റുക. 8 പേരുടെ കയ്യിലാണ് നിലവിൽ കോയിൻസ് ഉള്ളത്. അക്ബർ, അനീഷ്, അഭിലാഷ്, ആര്യൻ, ബിന്നി, റെന, ജസേൽ, ഷാനവാസ്. ആദ്യ റൗണ്ടിൽ 3 പേരാണ് മത്സരിക്കേണ്ടത്. രണ്ടാമത്തെ റൗണ്ടിൽ 3 പേര്, ലാസ്റ്റ് റൗണ്ടിൽ 2 പേര്. മാത്രമല്ല ഇന്ന് 2 സൂപ്പർ പവറുള്ള കോയിൻസ് ഉണ്ട്. ഗോൾഡ് കോയിനും ഉണ്ട്, ഡെസ്റ്റിനി കോയിനും ഉണ്ട്. ഇന്നത്തെ ടാസ്കിൽ വിജയിക്കുന്ന ആൾക്കാണ് ഇത് കിട്ടുക. ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കാൻ പോകുന്നത് ബിന്നിയും റെനയും ജിസേലും കൂടെയാണ്. അതിൽ ബിന്നി 13 കോയിൻസ് കളക്ട് ചെയ്തു, റെന 14 കോയിൻസ്, ജിസേലും 14 കോയിൻസ്. രണ്ടാമത്തെ റൗണ്ടിൽ അഭിലാഷ്, അനീഷ്, ഷാനവാസ്. അഭിലാഷ് 18 കോയിൻ കളക്ട് ചെയ്തു, അനീഷ് 12 കോയിന്, ഷാനവാസ് 15 കോയിന്. ലാസ്റ്റ് റൗണ്ടിൽ ആര്യനും അക്ബറുമാണ് മത്സരിക്കാൻ പോയത്. അതിൽ ആര്യൻ 17 കോയിൻസും അക്ബർ 23 കോയിൻസും കളക്ട് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അക്ബറാണ്. അങ്ങനെ ബിഗ് ബോസ് അക്ബറിനെയും അഭിലാഷിനെയും എഴുന്നേപ്പിച്ച് നിർത്തുന്നു. ഇവരുടെ മുമ്പിൽ ഡെസ്റ്റിനി കോയിനും ഗോൾഡ് കോയിനും വയ്ക്കുന്നു. വിജയിയായത് അക്ബർ ആയതുകൊണ്ട് തന്നെ ഇതിലേത് കോയിൻ എടുക്കണം, ഏത് കോയിൻ അഭിലാഷിന് കൊടുക്കണമെന്നുള്ളത് അക്ബറിന് തീരുമാനിക്കാം. അങ്ങനെ അക്ബർ ഡെസ്റ്റിനി കോയിൻ അക്ബറും എടുത്തു, ഗോൾഡ് കോയിൻ അഭിലാഷിനും കൊടുത്തു. ഡെസ്റ്റിനി കോയിൻ കയ്യിലുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്ന സൂപ്പർ പവർ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്കിൽ പുറത്തിരിക്കുന്ന 4 പേരിൽ ഒരാളെ അകത്താക്കാം, പകരം അകത്തുള്ള കണ്ടസ്റ്റൻസിൽ ഒരാളെ പുറത്താക്കാം. അങ്ങനെ അക്ബർ ഷാനവാസിനെ അകത്താക്കുകയും രഞ്ജിത്തിനെ പുറത്താക്കുകയും ചെയ്തു. അഭിലാഷിന് കിട്ടിയിരിക്കുന്ന സൂപ്പർ പവർ എന്താന്ന് വെച്ചാൽ ഷാനവാസ് സെലക്ട് ചെയ്തിട്ടുള്ള ആര്യന് ഗോൾഡ് കോയിൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഷാനവാസിന്റെ സൂപ്പർ പവർ നഷ്ടമായി. പക്ഷെ അതിന്റെ പരിണിത ഫലം എന്താന്ന് വെച്ചാൽ അഭിലാഷിന് തീരുമാനിക്കാം ഷാനവാസ് ആണോ ആര്യനാണോ അടുത്ത നോമിനേഷനിലേക്ക് പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ അഭിലാഷ് സെലക്ട് ചെയ്യുന്നത് ഷാനവാസിനെയാണ്. ശരിക്കും അക്ബറിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന അക്ബർ ജിസേലിനെ അകത്താക്കും. കാരണം ജിസേലാണ് ഉറങ്ങാതെ ഇവരൊക്കെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിസേലിനെ ഔട്ടാക്കി കഴിഞ്ഞാൽ ഷാനവാസ് എന്തായാലും പുറത്തു കിടന്ന് ഉറങ്ങും. അപ്പോൾ ഷാനവാസിനെ കൊണ്ടുവന്ന് റെഡ് സോണിൽ വെക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അക്ബറിന്റെ തീരുമാനം വേറെയായിരുന്നു. ഷാനവാസിനെ അകത്താക്കുകയും രഞ്ജിത്തിനെ പുറത്താക്കുകയും ചെയ്തു. അതേപോലെ ലൈവിലുണ്ടായിരുന്ന വേറൊരു കാര്യം, ഇന്ന് ജിസേലിനെ ബിഗ് ബോസ് നല്ലതുപോലെ പൊരിക്കുന്നുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ റേസിംഗ് സ്റ്റാർ ബാൻഡ് ജിസേലിന് നഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ബാൻഡ് കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ജിസേലിൻ്റെ ഡ്രസ്സുകളോ ആക്സസറീസോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ജിസേലിൻ്റെ ഡ്രസ്സും ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും കൂടെ ലിവിങ് റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണോ എന്ന്. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കുളിക്കാൻ പോലും വയ്യാതെ ഈ കൊടുക്കുന്ന യൂണിഫോമാണ്, ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇട്ടിരുന്ന ഡ്രസ്സ് വരെ ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് ജിസേൽ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നത്. ജിസേലിൻ്റെ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ട് വയ്ക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു. പക്ഷേ അപ്പോഴും മേക്കപ്പ് പ്രോഡക്ട്സ് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ജിസേൽ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവന്ന് ബാക്കി സാധനങ്ങൾ വെക്കുന്നത്. ഇപ്പം വീണ്ടും ബിഗ് ബോസ് ചോദിക്കുന്നു, ബിഗ് ബോസ് തരാത്ത വേറെ എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും കൈവശം വെച്ചിട്ടുള്ളവർ എഴുന്നേക്കാൻ പറയുമ്പോൾ ഷാനവാസിന്റെ കയ്യിലും ഉണ്ട്, ബിന്നീന്റെ കയ്യിലും ഉണ്ട്, റെനേന്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ജിസേൽ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ളത് ജിസേൽ എഴുന്നേക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിന് ഒരു ടാസ്ക് കൊടുത്തിരുന്നു ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഈ ബിന്നി വന്നിട്ട് അനീഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സാധനം നിങ്ങൾ എടുത്തു വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിനല്ലേ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, താൻ തന്നെ നോക്കുന്നൊക്കെ പറയുന്നു. എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ റെന 1% എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. ഷാനവാസും പറയുന്നു ഷാനവാസിൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ബിഗ് ബോസ് രണ്ടാമത് വിളിച്ചിട്ട് ആരുടെയെങ്കിലും കയ്യിൽ സാധനങ്ങളുള്ളവർ എഴുന്നേക്കാൻ പറയുമ്പോൾ കൂട്ടത്തിൽ ബിന്നി എഴുന്നേക്കുന്നു. അപ്പോൾ ബിന്നി അവിടെ നിയമം ലംഘിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടിപ്പോൾ ആകെ കൂടെ ബഹളമാണ് അവിടെ. രാവിലെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടാമത് ഇങ്ങനെ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൂട്ടയടി നടക്കുന്നത്.